മിന്നൽ. എന്റെ ദൈവമേ, ഒരു സംഘത്തിന്റെ പ്രസിഡന്റ് ആയപ്പോ ഇത്രയും കോള്. അല്ല MLA മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ. നീ ഈ പറയണത് അമ്മ കേക്കണ്ട. പിന്നെ നിലത്തൊന്നും ആയിരിക്കൂല. അതല്ലേലും അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ നിലത്തായിരിക്കില്ല, ഏറെ നിൽക്കേണ്ടി വരും. അപ്പൊ അച്ഛൻ അറിഞ്ഞില്ലേ? ഇല്ലടി, എല്ലാം സെറ്റായിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാന്നാണ്. എല്ലാം സെറ്റായിട്ട് അച്ഛനോട് പറയാം അല്ലേ? എങ്ങനെ ഇല്ലാതാക്കി തരുമെന്ന് ചോദിച്ചാൽ മതി. നമ്മുടെ അച്ഛനല്ലേ? ശരിയാണ്. അതിറങ്ങി. എന്നാലും ഈ അമ്മയ്ക്കേ ഈ അച്ചാറല്ലാണ്ട് വല്ല പപ്സോ മിൽഷേക്കൊക്കെ ആയിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. എന്നാ ഒറ്റ ദിവസം കണ്ട കട അടച്ചു കൂട്ടും. നീ ഉണ്ടല്ലോ തിന്നതൊക്കെ. എന്താ അമ്മ, അമ്മയുടെ സംഘവും അച്ചാർ കമ്പനിയൊക്കെ എന്തായി? ഒരുപാട് കാര്യങ്ങളുണ്ട് മക്കളെ. സംഘം ആദ്യം രജിസ്റ്റർ ചെയ്യണം, എന്നാലേ ബാങ്ക് വായ്പയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് പരിപാടികളുണ്ട്, സമയം എടുക്കും. അപ്പോൾ ഉടനെ ഒന്നും നടക്കൂലേ? പക്ഷെ ഞാൻ വെറുതെ ആശിച്ച്. നീ ആശിക്കണൊക്കെ എങ്ങനെ വരും? അതെന്ത് ആശയൊക്കെ ഇരിക്കട്ടെ, എല്ലാം വളരെ പെട്ടെന്ന് ശരിയാവണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് അച്ഛൻ്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞൊന്ന് സെറ്റാക്കി തരണം. അത് ഞങ്ങൾ സെറ്റാക്കുള്ളൂ അല്ലേ ഇറങ്ങി? അല്ലേ? ചീള് കേസല്ലേ? അത്ര ചികള് കേസൊന്നുമല്ല. നിന്റെ അച്ഛനെ കൊണ്ട് വല്ലതും സമ്മതിപ്പിക്കണമെങ്കിൽ കാര്യം അറിയാലോ. എന്ത് പറഞ്ഞാലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെന്ന് തല വെക്കാൻ സമ്മതിക്കൂല, ഭയങ്കര പേടിയാണോ? ആ കുഴപ്പമില്ല, റിങ്കി സെറ്റ് ചെയ്യും. പിന്നെ റിങ്ങി മാത്രോ? ഞാൻ സെറ്റ് ചെയ്യാമ്മ. അതെ, ഞങ്ങളുണ്ട്. നിങ്ങൾ ഇതൊക്കെ സെറ്റാക്കി തന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അമ്മയുടെ 5 കാശ് വന്നു കഴിഞ്ഞാൽ ആർക്കാണ് ഗുണം? ആർക്ക്? ഞങ്ങൾക്ക്. അതാണ് പപ്സ് മിൽക്ക് മേടിച്ചു. പപ്സ് മിൽക്ക് ഷേക്ക് അല്ല, നിനക്ക് ബിരിയാണി തന്നെ ഞാൻ തരും. അപ്പൊ എനിക്കാ? നിനക്കും ഇവിടെ ചളി അടിച്ചോണ്ടിരിക്കാതെ പോയി വിളക്ക് കൊടുത്തു, സന്ധ്യയായി. ശരിയാ. ഞാൻ കുളിച്ചില്ലമ്മ. മോൻ കൈകാരം കഴിയിട്ട് പോയി കൊളത്തു. ചെല്ലു. മതി മണി. കഴിക്കുന്നല്ല രാത്രി ഒട്ടും കഴിക്കൂല, ഡയറ്റ്. ഓ പിന്നെ ഭയങ്കര വണ്ണമല്ലേ, ഭയങ്കര ക്ഷീണം. ഇപ്പൊ ഈ അടുത്തായിട്ട് രാവിലെ ഒരു ഇത്തിരി ഭക്ഷണം കഴിച്ചോണ്ട് പോകും, ഉച്ചയ്ക്ക് ടിഫിൻ ബോക്സിനുള്ളതല്ലേ കൊള്ളുള്ളൂ. ഇപ്പൊ രാത്രി മര്യാദ കഴിക്കട്ടെ. കറി കുറച്ചുകൂടെ വെക്കട്ടാ. ആ മാമൻ കഞ്ഞിയൊക്കെ കുടിച്ചോണ്ട് പോയി. മാമന് ചപ്പാത്തി ചിക്കനൊന്നും വേണ്ട. നീ ചാറമൊക്കെ തിന്നാണ് എന്തോന്ന് മോളെ ഇത്? ഞാൻ കൊടുക്കൂല. എനിക്ക് ചെറിയ പീസേ കിട്ടില്ല, 2 വലിയ പീസ് വെട്ടി വീഴണം. മോളെ ഇത് കഴിച്ചോ, എടുത്തോ എടുത്തോ. അയ്യേ, ഇത് എല്ലാണ്. എനിക്ക് വേണ്ട ലെഗ് പീസ്. കൊടുക്കടി മോളെ, അവൾക്ക് വേറെ പോയി കൊടു. മിണ്ടായി നിങ്ങള്. രവിയേട്ട ഇത് കഴിക്കേ. രവിയേട്ടാ ഇത് കഴിച്ചോ. രവിയേട്ടെ എനിക്ക് വേണ്ട. കഴിച്ചോ, കുഴപ്പമില്ല. നീ കഴിക്ക്. ഓ ഞാൻ കഴിക്കാം. എന്തോന്ന് മണി ഇത്? ഉപ്പ് വായി വെച്ച് കഴിക്കാൻ പറ്റുന്നില്ല. ഉപ്പുണ്ടോ? ചെറുതായിട്ട്. ഉപ്പ് കൂടുതലൊന്നുമില്ല. ഉപ്പില്ലേ? കുറച്ച്. ഇതാ പറഞ്ഞത്, നിനക്കിപ്പോ അശ്രദ്ധയാണ്. എല്ലാ കറിയും ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുറവ് വരും. ശ്രദ്ധയില്ല, ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെയല്ലേ? അച്ഛാ, അമ്മ വെപ്രാളത്തിൽ ചെയ്തപ്പോ കുറച്ച് ഉപ്പ് കൂടിപ്പോയി, അത്രേ ഉള്ളൂ. ഇത്ര കുറ്റം പറയാൻ എന്തിരിക്കുന്നു? അബദ്ധം എല്ലാവർക്കും പറ്റൂലേ? എന്നാലും ശ്രദ്ധിക്കണം. അത് പിന്നെ അച്ഛാ, ഈ വീട്ടു ജോലികളൊക്കെ തീർത്തു വെച്ചിട്ട് വേണ്ടി സംഘത്തിന്റെ കാര്യമൊക്കെ ആലോചിക്കാൻ, അതുകൊണ്ടായിരിക്കും. അതെ. സംഘത്തിന്റെ സംഘം അത് രവിയോട് പറയാൻ മറന്നുപോയി ഞാൻ. നമ്മള് സ്റ്റെല്ല ചേച്ചിയും അപ്പുറത്തിപ്പുറത്തൊക്കെയുള്ള കുറച്ച് പെണ്ണുങ്ങളൊക്കെ ആയിട്ടെ ഞങ്ങളൊരു സംഘം രൂപീകരിച്ചു. സംഘം മണി, ഇതൊക്കെ ഭയങ്കര തലവേദന കേസാണ്. അതൊന്നും പറ്റില്ല, അതൊക്കെ ഒഴിഞ്ഞു മാറുന്നീ അതിന്നൊക്കെ. അയ്യോ, അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റൂല. അമ്മയല്ലേ സംഘത്തിന്റെ പ്രസിഡന്റ്. പ്രസിഡന്റാ? ആരോട് ചോദിച്ചിട്ട് നീ പ്രസിഡന്റ് ആയി? അയ്യോ, ഞാൻ പ്രസിഡന്റ് ആയതല്ല, അവരെല്ലാരും കൂടെ എന്നെ ആക്കിയതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് പ്രസിഡന്റ് ഒന്നും ആവണ്ടെന്ന്, പക്ഷെ ഒരേ നിർബന്ധം ഞാൻ തന്നെ ആവണമെന്ന് എല്ലാവർക്കും ആഗ്രഹം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒരു കാര്യം പറയാം മണി, നീ ഈ സംഘം പ്രസിഡന്റ് ഒക്കെ പറഞ്ഞു തന്നാൽ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ബുദ്ധിമുട്ടാവും. എന്തോന്ന് പറയുന്നത് ഇത്? ആ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെ കാര്യവും എന്റെ മക്കളുടെ കാര്യവും കഴിഞ്ഞിട്ടേ സംഘവും പ്രവർത്തനവും ഒക്കെ ഉള്ളൂ എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞ ആദ്യമേ വെടുപ്പാക്കി വെച്ചിട്ടുണ്ട്. സംഘം മാത്രമാണെങ്കിൽ കുഴപ്പമില്ലെന്ന് വെക്കാം, അച്ചാർ ബിസിനസ് കൂടെ ഉണ്ടല്ലോ. അച്ചാർ ബിസിനസ് തോന്നി എനിക്ക്. മണി, ഈ സംഘം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു സംരംഭം കാണും, അത് ഉറപ്പാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഈ സംരംഭം എന്നൊക്കെ പറഞ്ഞാൽ പറയാൻ വളരെ ഈസിയാണ്, പക്ഷെ അത് നോക്കിയും കണ്ടും വളർത്തണമെങ്കിൽ ഭയങ്കര പാടാണ്. നിന്നെ കൊണ്ട് പറ്റൂല. പറ്റുമോ?
ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ, അവരെല്ലാരും കൂടെ ഇല്ലേ. മണി എന്നാലും ഞാൻ പറയാം, ഇത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നീ ഇപ്പോഴേ അത് വേണ്ടെന്നങ്ങ് പറ, ശരിയാവൂല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇനി ഇതിനെപ്പറ്റി എന്നെ കൊണ്ട് സംസാരിപ്പിക്കരുത്. അച്ഛൻ കഴിക്കണില്ലേ? ഇനി വേണ്ട. ഡേ, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നല്ലേ ഞാൻ പറഞ്ഞത്, കോളാക്കി തരണം നല്ലല്ല. ഓരോന്ന് കൊണ്ടുവരും. അമ്മ ടേക്ക് ഇറ്റ് ഈസി. കോളാക്കി തന്നില്ലേ? എന്റെ അമ്മ ഒന്ന് കഴിക്കും, നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. നമ്മളിപ്പോ സംഭവം അവതരിപ്പിച്ചു, ഇനി സപ്പോർട്ട് ചെയ്യാം. കുറച്ച് സമയം കൊടുക്ക്. എങ്ങനെയുണ്ട്? ശരിയാവോ? ശരിയാ. ചിൽ സാറാ ചിൽ. നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല, നിന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കൂല, നീ ഇതൊക്കെ വിട്ടേക്ക്. അതൊന്നും ശരിയാവില്ല. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും എന്നൊക്കെ പറയുമ്പോ അമ്മേരെ മുഖം ഒന്ന് കാണുമായിരുന്നടി. ഷോക്ക് അടിച്ച പോലെ. ഒരു ഷോക്കും അമ്മയുടെ മുഖത്തടിച്ചില്ല. ആ എടി, ഇതൊക്കെ അമ്മ പ്രതീക്ഷിച്ചത് അച്ഛൻ്റെ. പ്രതീക്ഷയാണ്, പക്ഷെ എന്നാലും അമ്മേരെ ഒരു അവസ്ഥയെ പാവല്ലേ. എടി, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ അച്ഛൻ്റെ കേസ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റായിട്ടേ പറയുള്ളൂ എന്ന്. ആ ശരിയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യേ? നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്തെടുക്കണം ഇറങ്ങി. അച്ഛൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ, എല്ലാത്തിനും പിന്മാറിക്കോളാം. എന്തായാലും അച്ഛൻ അങ്ങനെ പറഞ്ഞല്ലേ, അങ്ങ് പിന്മാറിയേക്ക്. അതെ, അങ്ങനെയൊക്കെ ഈസിലി പറഞ്ഞ് ഞാൻ പിന്മാറാനൊന്നും പറ്റൂല. ഞാൻ അത്രയ്ക്ക് തള്ളി മറിച്ചിട്ടാണ് വന്നത്. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നെ കൊണ്ട് എല്ലാം പറ്റുന്നു. ഇനി പിന്മാറാനൊന്നും പറ്റൂല, ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും. അച്ഛൻ്റെ സ്വഭാവം അമ്മയ്ക്ക് നല്ലപോലെ അറിയാലോ. ഇത് നടപ്പുള്ള കേസല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അമ്മ ഇതങ്ങ് മറന്നേക്കും. എടി, മറക്കാൻ പറ്റൂല. എന്ത് നടക്കൂല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി പിന്മാറുന്നത് ശരിയല്ല. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ആരോട് പറഞ്ഞു വെച്ച്? അതന്നെ അവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു വെച്ചു. അമ്മ അതൊക്കെ അങ്ങ് വിട്ടേക്കമ്മ. ഇടി, മറ്റേ ഫ്രണ്ട്സിന്റെ അടുത്ത് നമുക്ക് കാര്യം പറയാം, ആന്റിമാർക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ ആ ഓഫീസറുണ്ടല്ലോ, നമ്മൾ എല്ലാ കാര്യം കോർഡിനേറ്റ് ചെയ്യുന്നത്, അവര് എല്ലാ ചുമതലയും എൻ്റെ തലയെ കൊണ്ട് വെച്ചതാ. ഞാൻ തന്നെ ഇത് ലീഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉടനെ പറഞ്ഞു, ഓക്കെ ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഇനി അവരുടെ അടുത്ത് എനിക്ക് വാക്ക് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റിയും ബാധിക്കുന്നു. അമ്മ, ആ ആന്റിമാർക്ക് അച്ഛൻ്റെ സ്വഭാവം അറിയാലോ. നമ്മുടെ അച്ഛൻ്റെ ചൊറിഞ്ഞ സ്വഭാവമാണെന്ന് ആന്റിമാർക്ക് നന്നായിട്ട് അറിയാം. അവര് പറഞ്ഞോളൂ അവരടുത്ത്. ആ, അങ്ങനെയൊന്നും പറ്റൂല. അമ്മ എനിക്ക് പിന്മാറണ്ട. അമ്മ പറയുന്നതൊക്കെ ശരിയാണ്, എനിക്ക് മനസ്സിലായി. ആ, എന്നാലും പോട്ടെ. എന്തോന്ന് പോട്ടെന്ന് വിട്ടടാ. അയ്യേ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ച് ഞാൻ എല്ലാം ഒന്ന് പറയുമ്പോ നിങ്ങൾ ഒരുമാതിരി അങ്ങ് കീഴടങ്ങി കൊടുക്കുന്നു. എന്തോ, ആര് സപ്പോർട്ട് ചെയ്യല്ല എന്നെ. ആ പോട്ടെ മണി, സപ്പോർട്ട് ചെയ്യാം. നമ്മൾ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ വെറുതെ ഒന്നിട്ട് ഇളക്കിയതാ. ആണോ? സപ്പോർട്ട് ചെയ്യൂ. ഓ ഞങ്ങളെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്യാം, വിഷമിക്കണം. സെറ്റാക്കൂ. ശരിയാവുമായിരിക്കും അല്ലേ? അയ്യോ, അത് കേട്ടപ്പോ ഒരു ആശ്വാസം. പക്ഷെ എന്നാലും എനിക്കൊരു ടെൻഷൻ. ടെൻഷൻ അടിക്കില്ല, നമ്മളില്ലേ. ഇപ്പൊ നമ്മളൊന്ന് പടക്കത്തിൽ തീ കൊളുത്തിയതേ ഉള്ളൂ. ഇനി ആ തീ അണയണമെങ്കിൽ പതിയെ പതിയെ അച്ഛനെ നൈസ് ഒന്ന് സോപ്പിടണം. അതിനുള്ള ടൈം നമുക്ക് കുറച്ച് സമയം തരാം. കുറച്ച് സമയം? അങ്ങനെ കുറച്ച് വരാ, കുറച്ച് അധിക സമയം തരണം. വലിയ വലിയ സംഭവങ്ങളാണ് ഇതൊക്കെ. ഞാൻ പെട്ടെന്നൊന്ന് തീരുമാനാക്കി താ പിള്ളേരെ. ആക്കി തരാന്ന്. കാലൊന്നും പിടിക്കണേ, ഞാൻ തീരുമാനം. എന്റെ പൊന്നു മണി, ഒന്ന് പോയി കിടന്ന് ഉറങ്ങോ. നമുക്കൊന്ന് ഉറങ്ങണം. നാളെ രാവിലെ എല്ലാം സെറ്റ് ചെയ്യാം. ശരി, പോ.